ആമേൻ. ദൈവത്തിൽ നിന്ന് ആരംഭിച്ചത് മാത്രം നിലനിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ നാളിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ. കൈ സ്വന്തമായിട്ട് പ്രവർത്തിക്കരുത്, കാല് സ്വന്തമായിട്ട് നടക്കരുത്. പകരം തലയിൽ നിന്ന് ഒരു ആജ്ഞ വരും. കയ്യെ നീ ആ വെള്ളം എടുക്ക, കാല നീ നടക്കെന്ന് പറയുമ്പോൾ അതനുസരിച്ച് പോണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഇന്ന് പുസ്തകത്തിലല്ല എഴുതിയിരിക്കുന്നത്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനാ പരിശുദ്ധാത്മാവ് എന്റെ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത്. വേറെ സ്വർഗത്തിൽ പണിയില്ലാഞ്ഞിട്ടല്ല. ആമേൻ. ഹല്ലേലൂയ. വചനം എന്ത് ചെയ്യണം? ഈ വചനം കൊണ്ട് നമ്മൾ ഹൃദയം നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് വചനം എടുത്ത് നമുക്ക് തരും, നമ്മളെ നയിക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമുക്ക് ഇന്ന് സൈറ്റ് കാഴ്ച മാത്രം പോരാ, വിഷൻ ദർശനവും കൂടി വേണം. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ദിവസത്തെ ക്ലാസ് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളെ അങ്ങയുടെ പോരാളികളായി ഒരുക്കുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഞാനല്ല, അങ്ങത്രേ ഒരുക്കുന്നത്. അടിയൻ അങ്ങയുടെ കരങ്ങളിലെ ഒരായുധം മാത്രം. അങ്ങയുടെ മക്കളെ ഒരുക്കിയാട്ടെ, അവരുടെ ഹൃദയത്തെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. അടിയനോടും അടിയനിലൂടെയും അങ്ങ് സംസാരിച്ചോട്ടെ. പൂർണ്ണമായി ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുകയാണ്. ഈ ഹോളിനെ ഓരോ നിമിഷവും അഭിഷേകത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ഈ കൂടെ വന്ന ഓരോ കുഞ്ഞുങ്ങളെയും മാറ്റിയാട്ടെ. ഇൻഫർമേഷൻ മാത്രമല്ല പിതാവേ, ഒരു ഇമ്പാർട്ടേഷൻ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ അങ്ങ് ഇടയാക്കിയാട്ടെ. അങ്ങേക്ക് മാത്രമേ അതിന് കഴിയൂ. പ്രാർത്ഥനയോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരിക്കാം. കടന്നു വന്ന എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വലിയ സന്തോഷമാണ് കർത്താവിന്റെ പാദപീഠങ്ങളിൽ ദൈവവചനം പഠിക്കുവാൻ നാം ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ഏതാനും ദിവസം ഒരു മണ്ണ് കൊണ്ടുള്ള ഉടുപ്പിന്റെ ഉള്ളിൽ, അല്ല എങ്കിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ നമ്മളെ ആക്കി ഇവിടെ വെച്ചിരിക്കുന്നതിന് വലിയ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്നാൽ പിതാവ് വച്ചിരിക്കുന്ന പർപ്പസ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആത്മീയ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ കഴിയൂ. അല്ല എങ്കിൽ മനുഷ്യരുടെ ദർശനം, മനുഷ്യരുടെ വിഷൻ എപ്പോഴും ഈ ഭൂമിയിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് കർത്താവ് യേശു ഗിരിപ്രഭാഷണത്തിൽ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലല്ല നിക്ഷേപങ്ങൾ ശേഖരിക്കേണ്ടത്. നമ്മളെല്ലാം എവിടെ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നത്? ഭൂമിയിൽ. കർത്താവ് വിഷൻ മാറ്റുകയാ. ഭൂമിയിലല്ല നിക്ഷേപങ്ങൾ ശേഖരിക്കേണ്ടത്, നിങ്ങൾ നിക്ഷേപങ്ങൾ ശേഖരിക്കേണ്ടത് ഉയരത്തിൽ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വിഷൻ മാറ്റുകയാണ്. ഗിരിപ്രഭാഷണമാണ് ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും. ഉയരത്തിൽ നിക്ഷേപം ശേഖരിക്കുക. തുടർന്ന് കർത്താവ് പറയുകയാണ്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു.
അതായത് കണ്ണ് തരുന്നത് വിഷനാ, വിഷൻ. ആ കണ്ണ് ചൊവ്വുള്ളതല്ല എങ്കിൽ, അതായത് നിന്റെ വിഷൻ ചൊവ്വുള്ളതല്ല എങ്കിൽ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടിൽ ഇരിക്കണം. അതിന്റെ അർത്ഥം എന്റെയും നിങ്ങളുടെയും വിഷൻ ഈ ഭൂമിയിലുള്ള താൽക്കാലികമായ എന്തെങ്കിലും സമ്പാദിക്കുന്നതാണ് എങ്കിൽ, അതായത് എന്റെയും ഞാനും നിങ്ങൾ ഓടുന്നത് ലോകമോഹങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ഞാനും നിങ്ങളും ഇരുട്ടിൽ ഇരിക്കുന്നു. പിന്നെ പറയാണ്, നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശത്തിൽ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നമ്മുടെ വിഷൻ ചൊവ്വല്ല എങ്കിൽ നമ്മൾ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, നമ്മൾ നശിച്ചു പോകാനിടയാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, വിഷൻ, ദർശനമില്ല എങ്കിൽ ജനം നശിച്ചു പോകുന്നു. ആമേൻ. അപ്പോ ദർശനത്തിന്റെ, വിഷന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. വിഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നശിച്ചു പോകും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നോ നമുക്ക് വായിക്കാം. മത്തായി 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കിടക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു. അപ്പൊ രണ്ടു തരം നിക്ഷേപങ്ങളാണ്. ഒന്ന് ഭൂമിയിലെ നിക്ഷേപം, ഒന്ന് സ്വർഗത്തിലെ നിക്ഷേപം. ഭൂമിയിലെ അൺസർട്ടൻ റിച്ചസ്, ഒരു അല്പകാലം, ഒരു ഉറപ്പുമില്ലാത്ത താൽക്കാലികമായ ധനം. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കുള്ള നിത്യമായ ധനം. ഇതിനെക്കുറിച്ച് ആഴമായി നാം പഠിക്കേണ്ടതാണ്. എന്നാൽ നാം അങ്ങോട്ടേക്ക് ഇപ്പോൾ കയറുന്നില്ല. ഒന്ന്, ഭൂമിയിലെ ധനം ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് ഓൾറെഡി തന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇന്നും അത് അന്വേഷിച്ച് നടക്കുകയാണ്. ഓൾറെഡി നമുക്കുള്ളത് ഈ ഭൂപരപ്പിൽ ദൈവം ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മൾ ആദത്തിന്റെ ജീവിതവും തുടർന്ന് ദൈവം നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ അതന്വേഷിക്കാനല്ല, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ഉയരത്തിലുള്ളത് നിങ്ങൾ പണിയുക. അവിടെ നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ തന്നിരിക്കുന്നത് പോലെ എല്ലാം തന്നിട്ടില്ല. അവിടെ നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്. മനസ്സിലായില്ല? കിട്ടിയില്ല? സ്വർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞേ? നിക്ഷേപങ്ങൾ ഉണ്ടാക്കുക, ഇല്ലേ? ആമേൻ. ഭൂമിയുടെ കാര്യം പറയുമ്പോൾ നമ്മളോട് പറയുകയാണ്, നീ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള സിസ്റ്റം ജാതികൾ അന്വേഷിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് അറിയാം. ആമേൻ. ഫസ്റ്റ് യു സീക്ക് ദ കിങ്ഡം. ആദ്യം നിങ്ങൾ കിങ്ഡം അന്വേഷിപ്പിൻ, അപ്പോൾ ഇതോടുകൂടെ സകലതും നിങ്ങൾക്ക് ആഡ് ചെയ്യപ്പെടും. എക്സാമ്പിൾ പറയണത്, പക്ഷിയെ നോക്കുവിൻ. ആമേൻ. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ അതിന്റെ പിതാവിന് അറിയാം അതിനെന്ത് വേണമെന്ന്. അതിന് വേണ്ടതെല്ലാം ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാ നിങ്ങള്. നിങ്ങൾക്ക് ഭൂമിയിൽ വേണ്ടതെല്ലാം ഒരുക്കി കഴിഞ്ഞു. അത് ഈ ഭൂപരപ്പിൽ എവിടെയോ ഉണ്ട്. ഈ ഭൂപരപ്പിൽ എവിടെയോ അതുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഫസ്റ്റ് കൊരിന്ത്യർ 2:9 വായിക്കുമ്പോൾ പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും അത് നിരൂപിച്ചിട്ടില്ല. ആമേൻ, ആമേൻ. നിങ്ങൾ വചനം പഠിക്കുന്നവരായതുകൊണ്ട് വീട്ടിൽ പോയി ധ്യാനിച്ചോ. ഈ ക്ലാസ് നമുക്ക് പുറകെ വരും. ഈ ഭൂമിയിൽ തന്നെ 2 തരം സമ്പത്ത്. ആമേൻ. ഒന്ന് കണ്ണ് കാണുന്ന സമ്പത്ത്, ചെവിയിലൂടെ മനസ്സിലാകുന്ന സമ്പത്ത്, ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റുന്ന സമ്പത്ത്. എന്നാൽ ഈ ഭൂമിയിൽ തന്നെ വേറൊരു സമ്പത്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത് കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടില്ല, ഹൃദയം നിരൂപിച്ചിട്ടുമില്ല. പക്ഷേ അത് നമ്മുടെ അകത്തേക്ക് വരും. ആമേൻ.
അതിന്റെ ആഴങ്ങൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ സ്പിരിറ്റ് സോൾ ബോഡി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകുമ്പോഴേ അതിന്റെ ആഴങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഭൂമിയിൽ 2 സമ്പത്ത്. ആമേൻ. ഒന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ മനസ്സിലാകാത്തതൊന്നും, പക്ഷെ മനുഷ്യരിൽ കാണാവുന്നത്. നിങ്ങൾ കാണുന്ന സമ്പത്തുകൾ ഇവിടെ കാണാം, പക്ഷെ ഇവിടെ തന്നെ ഉണ്ട്, കാണുവാൻ പറ്റില്ല. ഒരേ ഒരു രീതിയിൽ മാത്രമേ കാണുവാൻ പറ്റൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയവും നിരൂപിച്ചിട്ടില്ല. പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തെ ഇനത്തെ അങ്ങനെ മാത്രമേ മനസ്സിലാവൂ. ഇങ്ങനെ മനസ്സിലായതാണ് കർത്താവിന് തന്റെ ഭൂമിയിൽ ഫൈനാൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? കഫർനഹൂമിൽ വെച്ച് ടാക്സുകാരെ പിടിച്ചില്ലേ? എന്നാൽ തന്റെ ഈ ആവശ്യത്തിനു വേണ്ടി പിതാവ് ഓൾറെഡി ഈ ഭൂമിയിൽ കരുതിയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. എന്തുവാ സംഭവിച്ചേ? പത്രോസിന് മനസ്സിലായില്ല, തോമാസിനും മനസ്സിലായില്ല, യൂദാസിനും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. കാരണം അവർക്ക് ഈ പരിശുദ്ധാത്മാവുമായി എന്തില്ല? ഈ ഒരു ബന്ധമില്ല യേശുവിനുള്ളതുപോലെ. പക്ഷെ ഇന്ന് ആ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ അകത്തുണ്ട്. ദൈവം പറയുകയാണ്, ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 1, 9, 10, 11, 12 വായിക്കുമ്പോൾ പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കാൻ പോണതല്ല, ഒരുക്കി ഇരിക്കുന്നത്. മനസ്സിലാണ്ട്? ഒരുക്കി ഇരിക്കുന്നത്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും നിരൂപിച്ചിട്ടുമില്ല. പക്ഷേ എന്നാൽ ദൈവം തന്റെ ആത്മാവിനാൽ സ്നേഹിക്കുന്നവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നേരെ പോകുക. നേരെ പോയിട്ട് ഒരു ചൂണ്ടയും എടുത്തുകൊണ്ട് പോയി. അതായത് അനേക ബില്യൺ മത്സ്യങ്ങൾ സമുദ്രത്തിലുണ്ട്. ഈ ബില്യൺ മത്സ്യങ്ങളുടെ ഉള്ളിൽ, ഒന്നിന്റെ ഉള്ളിൽ എന്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യം പിതാവ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. ആ മത്സ്യം ഇന്ന സമയത്ത് ഇന്ന കരയ്ക്ക് അടുക്കിൽ വരും എന്നുള്ള ഇൻഫോർമേഷൻ പിതാവ് തന്റെ ആത്മാവിനാൽ യേശുവിന് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് നീ കാര്യം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ പോയി ചൂണ്ടയിടുക, കറക്റ്റ് അത് കൊത്തും, അതിന്റെ വായിൽ ഇന്നതുണ്ട്, കൊടുക്കുക. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരു ഹൃദയം നിരൂപിക്കാത്തത്. ആമേൻ. ഹല്ലേലൂയ. ഇത് കിങ്ഡത്തിലെ ദൈവത്തിന്റെ ശൈലിയാ. കാരണം ആദം കഴിച്ചതൊന്നും ദൈവം ഉണ്ടാക്കിയപ്പോ 5.5 ദിവസം കൊണ്ട് ദൈവം ചെയ്ത പണി എന്നാന്നറിയാമോ? ഒറ്റ പണിയാ ചെയ്ത്. എന്താ ചെയ്തേ? ആദത്തിന് വേണ്ടത് ഉണ്ടാക്കിയായിരുന്നു ദൈവം ചെയ്ത പണി. ആദത്തിന് എന്തൊക്കെ വേണോ അതുണ്ടാക്കിയായിരുന്നു 5.5 ദിവസം കൊണ്ട്. ശരിയല്ലേ? ആമേൻ. എന്നിട്ട് ആദത്തെ ഉണ്ടാക്കിയിട്ട് ദൈവം പറഞ്ഞോ, നീ ഒരു കാര്യം ചെയ്യേ, നീ ഇനി പണിയെടുത്ത് കഴിക്കാൻ പറഞ്ഞോ? പിന്നെന്താ പറഞ്ഞേ? ആദത്തോട് പറഞ്ഞത്, നീ പണി ചെയ്യണം, കഴിക്കാൻ വേണ്ടിയല്ല പണി ചെയ്യേണ്ടത്, എന്റെ ഇഷ്ടം നിറവേറ്റാൻ നീ പണി ചെയ്യണം. ആമേൻ. തോട്ടം കാക്കണം, തോട്ടത്തെ വേല ചെയ്യണം. എന്തിനു വേണ്ടി? എന്റെ ഇഷ്ടം. എന്താ ഇഷ്ടം? you must be fruitful, multiply and replenish the earth. ശ്രദ്ധിക്കുക. അതായത് നീ സന്താനപുഷ്ടിയുള്ളവനായി നീ പെരുകി, നീ വർദ്ധിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ നിനക്ക് തന്ന ഈ തോട്ടം